നമസ്കാരം, ജെ.കെ. വ്ലോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, എങ്കിലും അറിയാത്തവർക്കായിട്ട് പറയുന്നു. വോക്കർ എന്നതിനെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടോ? വോക്കർ അതായത് ഒരു കാലൊടിഞ്ഞ വ്യക്തികളോ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവര്, ഹെമി പാരസിസ് അതായത് സ്ട്രോക്ക് വന്നിട്ട് ഒരു ഭാഗം തളർന്ന് പതുക്കെ എഴുന്നേറ്റ് നടക്കുന്നവര്, അങ്ങനെയുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള വോക്കറിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു എപ്പിസോഡ് സമർപ്പിക്കുന്നു. ഈ ഒരു വോക്കറിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ വന്നത്. അതായത് ഇത് ഇങ്ങനെ മടക്കി നമുക്ക് ഉപയോഗം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മടക്കി വീടിന്റെ റൂമിന്റെ ഏതെങ്കിലും സൈഡിലേക്ക് എടുക്കാം. രാത്രിയൊക്കെ രോഗികളൊക്കെ കിടക്കുമ്പോൾ സൈഡിലേക്ക് എടുത്ത് വയ്ക്കാം. അതുപോലെ തന്നെ ഇത് നിവർത്തേണ്ടത് ഇങ്ങനെ മടക്കിയിരിക്കുന്നു. നിവർത്തിയിട്ടുള്ള അതിന്റെ രൂപം. ഈ ഒരു വോക്കർ തന്നെ ഇങ്ങനെ മടക്കി നിവർത്താൻ കഴിയാതെ ഇങ്ങനെ നിവർന്ന് തന്നെ ഇരിക്കുന്നതുണ്ട്. മടക്കി ഒതുക്കി വെക്കാൻ പറ്റാത്ത തരത്തിലുള്ള വോക്കറുകളും ഉണ്ട്. അപ്പൊ ഇത് എന്ന് പറയുന്നത് ഇതുപോലെ മടക്കി വെക്കാൻ പറ്റുന്ന ഒരു വോക്കറാണ്. അതുപോലെ തന്നെ ഈ വോക്കറിനെല്ലാം ഹൈറ്റിന്റെ വ്യത്യാസമുണ്ട്. ഇപ്പൊ എല്ലാ മനുഷ്യരും ഒരുപോലെ അല്ലല്ലോ ഉയരം. അപ്പൊ അവരുടെ ഉയരത്തിന് അനുസരിച്ചിട്ട് ഇതിന്റെ ഹൈറ്റില് വ്യത്യാസം വരുത്താൻ സാധിക്കും. അപ്പൊ ഈ ഒരു വോക്കറ് ഹൈറ്റ് വ്യത്യാസം വരുത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു പ്രസ് ചെയ്യുന്നതുണ്ട്. ഈ പ്രസ് ചെയ്യുന്നത് വെച്ചിട്ട് ഇങ്ങനെ ഈ ഹോള് മാറ്റിയിടുക. അപ്പൊ ഈ ഹോള് ഇപ്പൊ ഇതില് 3rd ഹോളിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു ഹോളും മാറ്റിയിടണം. 4 കാലുകളാണ് ഇതിനുള്ളത്. അപ്പൊ 4 കാലിന്റെ ഉയരം ഒരുപോലെ ആക്കേണ്ടതുണ്ട്. ഇതുപോലെ തന്നെ ഇതും മാറ്റേണ്ടതുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പൊ ഒരു കാല് ഇപ്പൊ ആക്സിഡന്റ് എന്തെങ്കിലും മൂലം കാലുമ്പോ സർജറി കഴിഞ്ഞിട്ടോ ഇറങ്ങിയില്ലേ എന്തൊരു കാര്യമാണെങ്കിലും കൂടിയിട്ട് ഇപ്പൊ ഒരു കാല് എന്താ പറയാ നിലത്ത് കുത്താൻ സാധിക്കില്ല എന്ന് ഡോക്ടർ പറയുമ്പോഴൊക്കെ ഈ ഒരു വോക്കറിന്റെ ഉപയോഗം കൂടുതലായിട്ട് വരുന്നത്. ഇതാവുമ്പോ 2 സൈഡിൽ ഇങ്ങനെ പിടിച്ച് നമുക്കിങ്ങനെ കണ്ടോ. അപ്പൊ ഈ ഒരു ഉപയോഗത്തിന് വേണ്ടിയിട്ട് നിങ്ങള് 3-4 ടൈപ്പ് ഉണ്ട്. ട്രൈപോഡ്, അതുപോലെ സാധാരണ സിംഗിൾ ഒരു കാല് മാത്രമുള്ളത്. അപ്പൊ അതൊക്കെ നമുക്കിപ്പോ ഇങ്ങനെ ഒരു കാലിനൊരു ആക്സിഡന്റ് സംഭവിച്ചിട്ടോ അങ്ങനെയുള്ളപ്പോ അതൊക്കെ ഉപയോഗിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആ സമയം ഈ ഒരു നമ്മുടെ കൈകളൊക്കെ കുറച്ച് ബലം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വോക്കറായിരിക്കും ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത്. അപ്പൊ ഈ ഒരു എന്താ പറയാ നമ്മുടെ ആക്സിഡന്റ് മാത്രമല്ല, ഇപ്പൊ ഒരു ഭാഗം തളർന്നിട്ടുള്ളവരുണ്ടല്ലോ, ഹെമി പാരസിസ് പേഷ്യൻസ്. അപ്പൊ അവർക്കൊക്കെ ഈ ഒരു വോക്കറാണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ളത്. അതായത് സ്ട്രോക്ക് വന്നിട്ട് ഒരു ഭാഗം തളർന്നവര് പതുക്കെ എഴുന്നേറ്റ് നടക്കുന്ന ആ ഒരു ടൈമിൽ ഈ വോക്കർ വലിയ ഒരു ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ്. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അവരുടെ കൈകൾക്ക് ബലം ഉണ്ടായിരിക്കണം കേട്ടോ. ഈ കൈകള് കുറച്ച് തീരെ ശോഷിച്ചു പോയെങ്കിൽ അവർക്ക് ഇത് പിടിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളവർക്ക് ട്രൈപോഡ്, അതായത് താഴെ 3 കാലുകളായിട്ടുള്ള വോക്കർ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. ഇത് 2 കൈകൾക്കും ബലം ഉണ്ടെങ്കിൽ, ഇത് പിടിക്കാനുള്ള ബലം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ വോക്കറാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ. ഇന്നിപ്പോ ഇങ്ങനെ ചാടി നടക്കാവുന്നതാണ്. ഇപ്പൊ ഹെമി പാരസിസ് ഒക്കെ ആണെങ്കിലും അത് ഇതിങ്ങനെ എടുത്തു വെച്ചിട്ട് പതുക്കെ ഒരു കാലെടുത്ത് വെക്കുക എന്ന് പറയാം. അപ്പൊ അതിലൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു ഭാഗം തളർന്ന രോഗിയാണ്, പതുക്കെ എഴുന്നേറ്റ് നടക്കുകയാണെന്ന് കരുതുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാനാണെന്ന് വിചാരിക്കുക, എന്റെ ഇടത്തെ സൈഡാണ് തളർന്നിട്ടുള്ളത്. അപ്പൊ ഈ ഇടത്തെ കാലിനാണ് ബുദ്ധിമുട്ടുള്ളത് എടുത്തു വെക്കാൻ. അപ്പൊ ഈ വോക്കർ ഇങ്ങനെ വെച്ചിട്ട് ഫസ്റ്റ് ടൈം അവരോട് എടുത്തു വെക്കാൻ പറയുന്നത് ഈ ലെഫ്റ്റ് കാലാണ് കേട്ടോ. നല്ല കാലല്ല ആദ്യം എടുത്തു വെക്കാൻ എപ്പോഴും പറയേണ്ടത്. ലെഫ്റ്റ് വയ്യാത്ത കാല് ആദ്യം ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ഇതിങ്ങനെ നീക്കിയിട്ട് ഇങ്ങനെ വെക്കുക. അപ്പൊ ഇവരുടെ ഈ കാലിന് കുറച്ചുകൂടെ മൂവ്മെന്റ്സ് കൂടിയിട്ട് ആ ഒരു മസിലിന്റെ ടൈറ്റ്നെസ് ഒക്കെ മാറി അവര് കുറച്ചുകൂടെ വേഗത്തില് നോർമലായിട്ട് നടക്കാൻ വേണ്ടി ശ്രമിക്കും. അതുപോലെ തന്നെ ഈ ഒരു കൂട്ടത്തില് ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇപ്പൊ ഒരു ഭാഗം തളർന്നിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ ഞാൻ ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം തളർന്നിട്ടുള്ള ഒരു രോഗിയാണെങ്കിൽ അവര് കിടന്നിട്ട് എങ്ങനെയാണ് എണീറ്റ് ഈ വോക്കറിന്റെ സഹായത്തോടു കൂടി എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുക എന്നുള്ളത് നമുക്ക് റൂമിൽ പോയിട്ട് അകത്ത് പോയിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പൊ ഞാനൊരു രോഗിയായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ നമുക്ക് ഭാവിയിൽ വന്നുകൂടാ എന്നൊന്നുമില്ല. അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു ഭാഗം തളരുകയാണെങ്കിൽ എന്നെ പരിപാലിക്കുന്നവർക്ക് കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ പറയുന്നത്.
ഇപ്പൊ എന്റെ ഒരു ഭാഗമാണ് സ്റ്റോക്ക് വന്നു. ഇപ്പൊ പലർക്കും അറിയാം ഈ റൈറ്റ് സൈഡിലാണ് ബ്ലീഡിങ്ങോ മറ്റോ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ക്ലോട്ടിങ് ഉണ്ടാവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് പാരലൈസ്ഡ് ആയിട്ട് പോകും, തളർന്നു പോകും. അതുപോലെ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ റൈറ്റ് ഭാഗം തളർന്നു പോകും. ഇപ്പൊ നമ്മള് വിചാരിക്കാണ്, ഇപ്പൊ ഞാൻ വിചാരിക്കാണ് എന്റെ ഇടത്തെ വശമാണ് തളർന്നു പോയിട്ടുള്ളത് എങ്കില് രോഗിയെ കട്ടിലിൽ കിടത്തുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ തളർന്ന ഭാഗം ഉണ്ടല്ലോ, തളർച്ച വന്നിട്ടുള്ള ഭാഗമാണ് കട്ടിലിന്റെ ഈ തെറ്റത്തേക്ക് വരേണ്ടത്. നമ്മളെപ്പോഴും വിചാരിക്കുക നോർമൽ ആളുകളെല്ലാവരും നല്ല ഭാഗം, അതായത് ഹെൽത്തി ആയിട്ട് അനക്കാൻ പറ്റുന്ന ഭാഗം കട്ടിലിന്റെ സൈഡിലേക്ക് വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവരുടെ മൂവ്മെന്റ്സ് വീണ്ടും വീണ്ടും നല്ലോണം കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ നമ്മുടെ മൂവ്മെന്റ്സ് കുറവുള്ള തളർച്ച ബാധിച്ച ഭാഗമാണ് ഈ ഒരു കട്ടിലിന്റെ സൈഡിലേക്ക് വരേണ്ടത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുമ്പോഴുള്ള ഒരു കാര്യം, ഇപ്പൊ വെള്ളമൊക്കെ കൊണ്ടുവരുമ്പോഴൊക്കെ പിടിക്കാനായാലും അവര് കൂടുതലും ഈ കൈയാണ്, അതായത് ഈ തളർന്നു കിടക്കുന്ന ഈ ഒരു കൈയാണ് അവര് പിടിക്കാൻ ശ്രമിക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഭാഗത്തിനൊക്കെ മൂവ്മെന്റ്സ് വരും. ഇപ്പൊ എന്തെങ്കിലും വീഴാൻ പോണു എന്നൊക്കെ പറയുമ്പോഴായാലും ഈ ഭാഗമാണ് അവര് പെട്ടെന്നൊരു ഒന്ന് മാറ്റാൻ ശ്രമിക്കുക. അപ്പൊ അവര് കൂടുതൽ വേഗത്തിൽ വിട്ട മൂവ്മെന്റ്സ് ഒക്കെ കുറച്ചുകൂടി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ഇങ്ങനെ ഞാൻ തളർന്ന് കിടക്കാണ്. ഓക്കെ, ഞാനിങ്ങനെ കിടക്കാണ്. തളർന്ന മീൻസ് പതുക്കെ എഴുന്നേറ്റ് വരുന്ന ആ ഒരു ഭാഗത്താണ് ഞാനിപ്പോ ഉള്ളത്. അതായത് ഫുള്ള് തളർന്നു പോയ ശരീരത്തിൽ നിന്ന് വലത്തെ വശം ഓക്കെയാണ്, ഇടത്തെ വശം കുറച്ചേശെ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് മൂവ്മെന്റ്സ് വരുന്ന ആ ഒരു ഒരു സമയത്താണ് എന്റെ ശരീരമെങ്കിൽ നമ്മളെപ്പോഴും ഇങ്ങനെ ഈ തറ്റത്ത് കെടുത്തണം. അതുപോലെ നീക്കി കെടുത്തുമ്പോ പരമാവധി രോഗിക്ക് കഴിയാവുന്ന കാര്യങ്ങളെല്ലാം അവരോട് സ്വയം തന്നെ ചെയ്യാൻ പറയണം. നമ്മള് എടുത്തു പൊന്തിച്ച് കയറ്റിയിരുത്തല്, എടുത്ത് കൊണ്ടിരുത്തല്, അതൊക്കെ ഒന്ന് കുറച്ചിട്ട് പരമാവധി തന്നെ പറ്റുമോ എന്ന് നമ്മളൊരു സപ്പോർട്ടോട് കൂടിയിട്ട് നോക്കുന്ന ആള് രോഗിക്ക് ധൈര്യം പകർന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചെയ്യാൻ പരിശീലിപ്പിച്ചെടുക്കണം. അല്ലാതെ എല്ലാ കാര്യങ്ങളും നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കുന്നതിനേക്കാൾ അതൊരു സ്നേഹത്തിന് കുറവായിട്ടൊന്നും കാണണ്ട. പതുക്കെ ഇങ്ങോട്ട് നീങ്ങും, ഒന്ന് തട്ടത്തേക്ക് നീങ്ങിക്കിടുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് പതുക്കെ പതുക്കെ നമ്മൾ നീക്കി കൊണ്ടുവരാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ എന്റെ ഇടത്തെ ഭാഗം തളർന്നിട്ടുള്ള ഒരാളാണെന്ന് കരുതുക. അപ്പൊ നമ്മളെപ്പോഴും പറയേണ്ടത് ഈ ഒരു കാല് പതുക്കെ ഈ കാലൊന്ന് നിലത്തേക്ക് ഇടും. എന്നിട്ട് നമ്മളൊന്ന് പതുക്കെ ഒന്ന് താങ്ങി പിടിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ വേണം. അതായത് ഇടത്തെ ഭാഗമാണ് തളർന്നിരിക്കുന്നത് വെച്ചാൽ അത് കട്ടിലിന്റെ കറ്റത്ത് വരണം. എന്നിട്ട് ഇങ്ങനെ ആക്കണം. എന്നിട്ട് പറയണം ആദ്യം ഈ കൈ കൊണ്ടൊന്ന് പിടിക്കാൻ ശ്രമിക്കും. ഇതൊക്കെ സപ്പോർട്ട് ചെയ്ത് കുറച്ചും കൂടെ അടുപ്പിച്ച് വെച്ചു കൊടുക്കാം. ഈ കൈ കൊണ്ട് പിടിക്ക്, എണീറ്റോ, ഇങ്ങനെയാണ് പറയേണ്ടത് കേട്ടാ. നമ്മുടെ തളർന്നിരിക്കുന്ന ഭാഗമാണ് കട്ടിലിന്റെ കറ്റത്തേക്ക് വരേണ്ടത്. അപ്പോൾ അവര് കുറച്ചുകൂടെ പെട്ടെന്ന് തന്നെ നോർമൽ ജീവിതത്തിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തിരിയൊക്കെ ആണെങ്കിലും പറയാ വയ്യാത്ത കാലം എടുത്തു വെക്കുകയെന്ന് പറയും. അപ്പൊ വയ്യാത്ത കാലം നിരത്തി കൊണ്ടുവരാൻ പരമാവധി അനുവദിക്കാതെ ഒന്ന് കാണിക്കും, കാലൊന്ന് കാണിക്കും, നിരത്തി കൊണ്ടുവരാം. അതായത് ഇങ്ങനെ നിരക്കാൻ സമ്മതിക്കാണ്ട് പതുക്കൊന്ന് എടുത്തു വെക്കുക എന്ന് പറയാം. അപ്പൊ അവരിങ്ങനെ എടുത്തു വെക്കാൻ ശ്രമിക്കും. എന്നിട്ട് ഇതെടുത്ത് വെക്കുക, എന്നിട്ട് നല്ല കാലം എടുത്ത് വെക്കുക. ഓക്കെ, അങ്ങനെ നമ്മുടെ പാരലൈസ്ഡ് ആയിട്ടുള്ള ഭാഗം ആദ്യം മൂവിങ് ചെയ്യണം. അതിനുശേഷം മാത്രമേ നോർമൽ ആയിട്ടുള്ള സൈഡ് ചെയ്യാവൂ. അങ്ങനെ വരുമ്പോൾ പാരലൈസ്ഡ് ആയിട്ടുള്ള ഭാഗത്തിന് കുറച്ചും കൂടി മൂവ്മെന്റ്സ് കിട്ടുകയും അവർ നോർമൽ ജീവിതത്തിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു വരികയും ചെയ്യും. ഓക്കെ, അപ്പൊ വോക്കറിന്റെ ഉപയോഗം പറയുവാനാണ് ഞാൻ ഈ ഒരു എപ്പിസോഡ് എടുത്തത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇനിയിപ്പോൾ എന്തെങ്കിലും ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. അറിയാവുന്നതാണെങ്കിൽ അല്ലെങ്കിൽ ചോദിച്ചതിന് ശേഷം മറുപടി പറയാം. താങ്ക് യു. പുതിയൊരു എപ്പിസോഡുമായി നമുക്ക് കാണാം.